ഹായ്, എൻ്റെ പേര് ഷൈന. ഞാനിപ്പോൾ കാട്ടാക്കട യുണീക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണുള്ളത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു നേഴ്സാണ്. എന്നാൽ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആ ഒരു ഏരിയയിലോട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യുണീക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സംരംഭം ഞാൻ കാട്ടാക്കടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ജെൻസിനെ പോലെ തന്നെ ലേഡീസ് ക്ലയൻസും ഒരുപാട് വരുന്നുണ്ട്. വെയിറ്റ് ഗെയിനിന് വരുന്നവരും ഉണ്ട്, വെയിറ്റ് ലോസിന് വരുന്നവരും ഉണ്ട്. എനിക്ക് എല്ലാവരോടും, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഒരിക്കലും വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസിനോ വെയിറ്റ് ഗെയിനിനോ റിസൾട്ട് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഒരു 75% നമ്മൾ ഡയറ്റും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ വർക്കൗട്ടിന് മുമ്പേ ഉള്ള 10 to 15 മിനിറ്റ്സ് ഉള്ള വാമപ്പ് അത് മസ്റ്റാണ്. പിന്നെ 40 to 45 മിനിറ്റ്സ് ആണ് നമ്മൾ പക്കാ വർക്കൗട്ട് പറയുന്നത്. ആ വർക്കൗട്ടും പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു റിസൾട്ട് കിട്ടും. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലെഗ് വർക്കൗട്ടാണ്. അതായത് നമ്മുടെ ഇവിടെ വരുന്ന ക്ലയൻസിൽ കൂടുതലും ലേഡീസ് ക്ലയൻസ് പറയുന്നത് അവർക്ക് ലെഗ് മസിൽസിന് സ്ട്രെങ്ത് കുറവാണ്, അതുപോലെ തന്നെ തൈ മസിൽസിന് ഫാറ്റ് കൂടുതലാണ്, അതിന് അവർക്ക് മുട്ടുവേദന പറയുന്നുണ്ട്, കാലിന് ഒരുപാട് സമയം നിൽക്കുമ്പോൾ ഉള്ള സ്ട്രെയിൻ പറയുന്നുണ്ട്, പിന്നെ വെരിക്കോസിൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ലെഗ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, വിജിമോള് ഇവിടെ വന്നിട്ട് ഒരു 2 months ആവുന്നുണ്ട്. പുള്ളിക്കാരിയുടെ കല്യാണമാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ആണ് പുള്ളിക്കാരി ഇവിടെ ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ് ഒരു പുള്ളിക്കാരിക്ക് വേണ്ട റിസൾട്ട്. അപ്പോൾ ഇന്ന് വിജിമോളെയാണ് ലെഗ് വർക്കൗട്ടിൻ്റെ വീഡിയോ ഡെമോൺസ്ട്രേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിജിമോൾ, എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്, ബെനിഫിറ്റ്സ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനിവിടെ വന്നത് എനിക്ക് ബോഡി സ്ട്രെങ്തനിങ്ങിനും മസിൽസ് ഗെയിനിനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഏകദേശം 2 മാസമായി വന്നിട്ട്. അപ്പോൾ എനിക്ക് ഏകദേശം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളെന്ന് പറയാൻ ഞാൻ ഓവർ ഡയറ്റ് കാര്യങ്ങളും ചെയ്യുന്നില്ല. ഞാൻ ഫുഡ് ഡയറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്രോട്ടീൻ പൗഡറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. വാമപ്പ് എങ്ങനെയാണ്? വിജിമോൾ ഇവിടെ വന്നല്ലോ, 2 months ആയല്ലോ. അപ്പോൾ എത്ര സമയം വാമപ്പ് ചെയ്യും? വന്ന് കയറിയ ഉടനെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് വരുമോ, അതോ എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വാമപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിലോട്ട് വരുന്നത്. പിന്നെ വർക്കൗട്ടിന് മുന്നേ പ്രീ വർക്കൗട്ട് എന്തെങ്കിലും ഉപയോഗിക്കോ? പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്, ഫുഡ് എന്തെങ്കിലും എടുക്കാറുണ്ടോ? ഞാൻ അതിന് വീറ്റ് ബ്രെഡും പിന്നെ പീനട്ട് ചേർത്തിട്ട് വീറ്റ് ബ്രെഡ് കഴിക്കാറുണ്ട്. പിന്നെ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്. അത്രയും തന്നെയാണ്, ഷുഗർ കട്ടായിട്ടുള്ള ബ്ലാക്ക് കോഫി. ഇപ്പോൾ വിജിമോൾക്ക് വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ടാണ് പീനട്ട് ബട്ടറും വീറ്റ് ബ്രെഡും നമ്മൾ പറയുന്നത്. വെയിറ്റ് ലോസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി, ഇപ്പോൾ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും എടുക്കാം. പക്ഷെ വിജിമോൾ ഇപ്പോൾ എടുക്കുന്നത് ഒരു 2 എണ്ണം ആണെങ്കിൽ വെയിറ്റ് ലോസ് ഉള്ള ഒരാളിന് നമ്മൾ ഒരു ബ്രെഡ് ആയിരിക്കും പറയുക. പിന്നെ റോബസ്റ്റ് പഴമാണ്, അതായത് ബനാനയിൽ നമ്മൾ റോബസ്റ്റ് ആണ് കുറച്ചുകൂടെ നമ്മൾ വെയിറ്റ് ലോസിന് കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്നത്. അതേസമയം വെയിറ്റ് ഗെയിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത്തപ്പഴമാണ് അവർക്ക് എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെഗ് വർക്കൗട്ടിലോട്ട് പോവാം. ഈ മെഷീൻ ലെഗ് പ്രസ് ആണ്, അതായത് ലെഗിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരുപാട് ടൈപ്സ് ഓഫ് വർക്കൗട്ട് ഉണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലെഗ് പ്രസ്സിലെ വർക്കൗട്ടാണ്, ലെഗ് പ്രസ് മെഷീനിൽ. ഹെഡ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം, കാല് കുറച്ച് വൈഡ് ചെയ്ത് വെച്ചിട്ട് ലെഗിന് എപ്പോഴും നമ്മളൊരു ചെറിയൊരു ബെൻഡ് കൊടുക്കണം. കാരണം ഈ ലെഗ് പ്രസ് നമ്മൾ ഈ വെയിറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഈ കാല് നീ ജോയിൻറ്റ് സ്ട്രൈറ്റ് ആക്കാൻ പാടില്ല. കാരണം സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീ ജോയിൻറ്റിന് ഇഞ്ചുറി ഉണ്ടാവും. അതുകൊണ്ട് ഒരു 90 ഡിഗ്രി, ഒരു 95 ഡിഗ്രി വരെ, ഡിഗ്രി അല്ല, ഒരു 90% അത്രയും മാത്രമേ ഈ ലെഗ് നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിലർ കൊണ്ടുപോകും. അതാണ് പിന്നീട് ഭാവിയിൽ നീ ജോയിൻറ്റിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ലോക്ക് മാറ്റുക, പുഷ് ചെയ്യുന്നതോടൊപ്പം ലോക്ക് മാറ്റി വെയിറ്റ് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുക. തിരിച്ച് പുൾ ഡൗൺ ചെയ്യുമ്പോൾ സ്ലോലി കൊണ്ടുവരിക, ആപ്സിലോട്ട് കൊണ്ടുവരിക. നോർമലി നമ്മൾ കൊടുക്കുന്നത്
ഒരു 15 to 20 reps ആണ് വെയിറ്റ് ലോസിന് കൊടുക്കുന്നത്. വെയിറ്റ് ഗെയിൻ ആവുമ്പോൾ 8 to 12 reps ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഒരു 90% മാത്രമേ നമ്മൾ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് വരാൻ പാടുള്ളൂ. 100% വരാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ഈ ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ തൈ മസിൽസിനെ പിടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് അത് ഫോൾസ് ആണ്. അതും നമുക്ക് ഈ നീ ജോയിൻറ്റിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെപ്പോഴും ഈ വെയിറ്റ് ലോക്ക് എടുക്കുന്ന ആ റീജിയനിൽ തന്നെ പിടിച്ചിട്ട് വേണം പുൾ ഡൗൺ ചെയ്യാനും പുഷ് ചെയ്യാനും. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു വെറൈറ്റി ഒരു മെഷീനാണ്. ഇതിൻ്റെ പേര് തന്നെ ബെൽറ്റ് സ്കോട്ട് ട്രെയിനർ എന്നാണ്. കാരണം നമുക്കിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ഓവറായിട്ട് നമുക്ക് വെയിറ്റ് എടുക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ടർ വേണം അല്ലേ, അല്ലെങ്കിൽ ഒരു ട്രെയിനർ വേണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. പക്ഷേ ഈ മെഷീൻ്റെ പ്രത്യേകത ഇത് തന്നെ നമുക്കൊരു ട്രെയിനറാണ്. കാരണം ഇതിൻ്റെ പേര് തന്നെ ബെൽറ്റ് സ്കോട്ട് ട്രെയിനർ എന്നാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ കാണുന്ന ഈ റീജിയനിൽ പിടിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ലെഗിൻ്റെ തൈ മസിൽ റീജിയനിലുള്ള ഒരു വർക്കൗട്ടായിരുന്നു. ഇതിൽ നമുക്ക് സെയിം തൈ മസിൽസിന് കളിക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹാംസ്ട്രിങ്സ് പ്ലസ് ഗ്ലൂട്ട് റീജിയനിലുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പോൾ നമ്മുടെ വിജിമോൾ തന്നെയാണ് അത് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വിജിമോളെ നമുക്കൊന്ന് കാണിക്കാമല്ലോ അത്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ നമ്മൾ ലോക്ക് ഇടുക, കാല് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക, ലോക്ക് മാറ്റുക. ഓക്കെ, ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കുക. മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹാംസ്ട്രിങ് മസിൽസും ഈ ഗ്ലൂട്ട് റീജിയനും നമ്മൾ സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് പുഷ് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതായത് ടൈറ്റൻ ചെയ്യുക. അതാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത്. ഫുള്ളായിട്ട് പോവുക, സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതായത് ഈ ഹാംസ്ട്രിങ് റീജിയൻ ആൻഡ് ഗ്ലൂട്ട് റീജിയനിൽ ടൈറ്റൻ ചെയ്യുക. ഇത് നമ്മുടെ ലേഡീസിന് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ബെൽറ്റ് സ്കോട്ട് ട്രെയിനർ എന്ന് പറയുന്നത്. ബാക്ക് പെയിൻ ഉണ്ടാവത്തില്ല, നമുക്ക് സപ്പോർട്ട് ഇവിടെ തന്നെ കിട്ടും. വളരെയധികം ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെഷീനാണ്, ഒരു വർക്കൗട്ടാണ്. വളരെ ചുരുക്കം ജിമ്മുകളിൽ മാത്രമേ ഈ ഒരു മെഷീൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. കാരണം ഇതൊരു ന്യൂലി മോഡലായിട്ടുള്ള ഒരു മെഷീനാണ്. ഇന്ന് നമ്മൾ കണ്ടത് ലെഗിൻ്റെ വർക്കൗട്ടാണ്. 2 ടൈപ്പ് ഓഫ് വർക്കൗട്ട് ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഫസ്റ്റ് ലെഗ് പ്രസ്സിലെ ഫ്രണ്ട് തൈ മസിൽസിൻ്റെ വർക്കൗട്ടാണ്. അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുഷ് ചെയ്ത് വെയിറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ഫുള്ളി നമ്മൾ നീ ജോയിൻറ്റ് സ്ട്രെയിറ്റ് ചെയ്യാൻ പാടില്ല, എങ്കിൽ ഇഞ്ചുറി ഉണ്ടാകും. പിന്നെ സെക്കൻഡ് ബെൽറ്റ് സ്കോട്ട് ട്രെയിനർ എന്ന പുതിയൊരു മെഷീനിലെ വർക്കൗട്ടാണ് കാണിച്ചത്. അത് വളരെയധികം എഫക്റ്റീവായിട്ടും ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ്. അത് ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വർക്കൗട്ട് കൂടെയാണ്. ബാക്ക് പെയിൻ ഉണ്ടാവത്തില്ല. അതോടൊപ്പം തന്നെ ഒരു ട്രെയിനറിൻ്റെയോ ഒരു സപ്പോർട്ടറിൻ്റെയോ സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. അത് ഇന്ന് കാണിച്ചത് ഹാംസ്ട്രിങ്സ് പ്ലസ് ഗ്ലൂട്ട് റീജിയനിലെ വർക്കൗട്ടാണ്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വേറൊരു വർക്കൗട്ടായിട്ട് കാണാം. ബൈ.